ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ദേവയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ദേവിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതെല്ലാ വർഷവും മസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്തില്ലെങ്കിലും എനിക്ക് ഫോട്ടോഷൂട്ട് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. ഈ വർഷം സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത വർഷത്തേക്കുള്ള ബർത്ത്ഡേ ഈ വർഷമേ അതിൻ്റെ ഒരു പ്ലാനിങ് എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ പപ്പയുടെ വർക്ക് നിമിത്തം ഇടയ്ക്കൊക്കെ ലേറ്റ് ആകാറുണ്ട്. ഇതും കുറച്ച് ലേറ്റ് ആയിപ്പോയി, എന്നാലും തലേ ദിവസം തന്നെ എന്തായാലും ഒപ്പിച്ചെടുത്തു. അങ്ങനെ ദേവ എല്ലാ വർഷവും ദേവയുടെ കൂടെ ഞാനായിരിക്കും കിടന്ന് ഓടുന്നത്. ഈ വർഷം എന്തായാലും 5 വയസ്സൊക്കെ ആയപ്പോൾ ആൾ കുറച്ചും കൂടെ മെച്യൂർഡായി കേട്ടോ. തന്നെ നിന്ന് പോസൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റിലാക്സായി. അപ്പം അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മിക്ക ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് അവൻ എവിടെ നിന്നാണ് കൂടുതലും കോസ്റ്റ്യൂമൊക്കെ എടുക്കുന്നതെന്നുള്ളത്. അപ്പം ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം അവന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നിന്ന് പോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ പപ്പ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത്. പോരാത്തതിന് ആ കോട്ട് നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. അവനത് താങ്ങാൻ പറ്റുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ആൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഷൂട്ടിൽ ലൊക്കേഷൻ വന്ന് തങ്കശ്ശേരിയിലാണ് കേട്ടോ. തങ്കശ്ശേരി ഒരു കോട്ടയുണ്ട് ഇവിടെ, പഴയ ഒരു ബ്രിട്ടീഷുകാരുടെ കോട്ടയാണ് കേട്ടോ. മിക്ക ആളുകളും ഇവിടെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഒരുവിധം വേറെ ആരുടെ അധികം ഡിസ്റ്റർബൻസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് അവിടെ തന്നെ സ്പോട്ട് ആക്കി. അപ്പം നമ്മുടെ ദേവയുടെ മാത്രമല്ല കേട്ടോ, ഇവരുടെ 2 പേരുടെ നമ്മുടെ ദീഷു ഉണ്ട്. ദീഷുവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവക്ക് ഭയങ്കര പോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന ഐഡിയകളൊന്നുമല്ല, ആശാനിപ്പോൾ ഒത്തിരി ഐഡിയകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിൽക്കത്തോളം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും അവൻ്റെ പപ്പയാണ് അവന് ഏകദേശമൊക്കെ പിടിച്ച് നിർത്തി ഓരോ പോസൊക്കെ പറയുന്നത്. അങ്ങനെ അവനെന്താ ഭയങ്കര സ്റ്റൈലിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പഴയ ദേവയൊന്നുമല്ല, ആളൊക്കെ വലുതായി. അപ്പോൾ എനിക്ക് ഫോട്ടോഷൂട്ടിൽ എടുക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവൻ വളർന്നതായിട്ട് തോന്നുന്നത്. 5 വയസ്സായെന്നുള്ളൊരു തോന്നൽ അപ്പോഴാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതേ സമയം കഴിഞ്ഞ വർഷം എൻ്റെ അടപ്പിളവിന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ തകർത്തോടുമായിരുന്നു. പക്ഷെ ഇത്തവണ അവൻ തന്നെ എല്ലാം ചെയ്തു. അവൻ ആ സ്റ്റൈലും ലുക്കും എല്ലാം പിടിച്ച് പറയുന്ന കാര്യങ്ങൾ അതേ കണക്ക് ചെയ്തു കേട്ടോ. അപ്പം അതിന് ശേഷം ഞങ്ങൾ നേരെ പോയി നമ്മുടെ ദീശുക്കുട്ടിയെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേ പാടായിരുന്നു കേട്ടോ എനിക്കൊരു 2-3 കൊല്ലം മുന്നേ ഉള്ളത്, ദേവയായിട്ടുള്ള മൽപ്പിടുത്തം. അപ്പം ഇത്തവണ അത് വിനോദിനും പാറുവിനുമായിട്ട് കൈമാറിയിരിക്കുകയാണ്. അപ്പം ദേവയെ ഞാൻ അപ്പോഴത്തേക്കൊരു അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് സെറ്റാക്കി നിർത്തി. ഈ പിള്ളേരുടെ കാര്യം അറിയാമല്ലോ, നമ്മളങ്ങോട്ട് എത്ര വൃത്തിയാക്കി നിർത്തിയാലും 10 മിനിറ്റിനകം ദേവൻ ഷൂവൊക്കെ ആ കളറൊക്കെ മാറി കേട്ടോ. സത്യം പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാൻ ഷൂസും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട് പുതിയത് മേടിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ നിൽക്കുന്ന അവിടെ തന്നെ അതെല്ലാം ചളവാക്കിയിട്ടുണ്ട്. പിന്നെ പിള്ളേരെ പറഞ്ഞ കാര്യമില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി, ദീശുവിനെ കൊണ്ട് ഒന്ന് ചിരിപ്പിക്കുക എന്നുള്ളത്. വീട്ടിലാണെങ്കിൽ അവൾ ചിരി നിർത്തത്തേയില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിള്ളേർ ചിരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കാണിക്കാൻ ഡാൻസും പാട്ടും ഒന്നുമില്ല, പല ടൈപ്പ് ഡാൻസുകളായിരുന്നു ഞാൻ കളിച്ചത്. അങ്ങനെ ദേവയും ഒരുപാട് ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിനോദ് ജീവിതത്തിൽ വിയർത്തത് ഈ ദിവസമായിരിക്കും. അവൻ്റെ അടപ്പളവി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെ അടപ്പളവി. അവള് വെള്ളം കണ്ടപ്പോഴും കടൽ കണ്ടപ്പോഴും ആദ്യം കേട്ടോ. കടൽ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ പിള്ളേർക്ക്. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. മോനെയാണ് കേട്ടോ തീം കാർട്ടൂണിലെ. അപ്പം അവൾക്ക് അത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഇനി ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. അങ്ങനെ ഓരോന്നൊക്കെ സ്റ്റെപ്പായിട്ടൊക്കെ എടുത്തു തുടങ്ങി. ദേവയുടെ ബർത്ത്ഡേ January 10th, അവളുടെ ബർത്ത്ഡേ January 17th ആണ്. അപ്പോൾ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചേക്കാന്ന് വെച്ചു. ജോലി അങ്ങ് തീരുന്നില്ല. നിർത്താനുള്ള പല അടവുകളും ശ്രമങ്ങളും പയറ്റി നോക്കുകയാണ്. ആശാട്ടി വെള്ളവും മണ്ണും ഒക്കെ കണ്ടപ്പം നിൽക്കാനോ ഇരിക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. ആശാട്ടി അവളുടെ ഇഷ്ടത്തിനാണ്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ഒപ്പിച്ചെടുത്തു. 2 പിള്ളേരുടെ തീം ഞങ്ങൾ നേരത്തെ കണ്ടുവച്ചിരുന്നതാണ്. മോനെ ഞങ്ങൾ വർഷങ്ങളായിട്ട് പാറുവിന് പെൺകുട്ടിയാണെങ്കിൽ എന്ന് വിചാരിച്ച് വെച്ചിരുന്ന സാധനമാണ്. ദേവയുടേത് പിന്നെ വർഷം തോറും ഞാൻ ഓരോന്ന് ഐഡിയകൾ എൻ്റെ മനസ്സിൽ നേരത്തെ വരും. അപ്പോൾ അതേ കണക്ക് തന്നെ ചെയ്യുന്നത്.
എനിക്ക് റിസൾട്ട് എനിക്ക് പക്കാ ക്ലിയർ ആവണം. അതിനുവേണ്ടി ഞാൻ എന്താണ് അവന് വേണ്ട കോസ്റ്റ്യൂം ആയാലും എല്ലാം ഞാൻ നേരത്തെ സെറ്റാക്കുന്നതാണ്. ഞാൻ നേരത്തെ മനസ്സിൽ കാണും, അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. പക്ഷെ അപ്പോൾ ദേവയ്ക്ക് അടുത്ത കോസ്റ്റ്യൂമിലുള്ള സെറ്റാണ് അടുത്തത്. ഇനി എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഏകദേശം ലൈറ്റൊക്കെ പോയി കേട്ടോ. വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഞങ്ങൾ പറയുന്ന രീതിക്കൊന്നും അല്ല ആശാൻ ചെയ്യുന്ന, ആശാൻ്റെ ഇഷ്ടത്തിനൊക്കെയാണ്. എന്തൊക്കെയോ പറയുന്നത് കേട്ടോ, ഏതോ കാർട്ടൂണിലെ ആളുകളെ പോലെയൊക്കെയാണ് നടക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ഷൂട്ടൊക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഏകദേശം എടുത്തു എന്ന ധാരണയിൽ ഞങ്ങൾ തീർക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു ദേവ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് അവൻ ഇതിലോട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുള്ള ഇതിലോട്ട് വന്നതെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് അവന് ഓരോ ഐഡിയാസ് തോന്നുന്നത്. ഇപ്പം നിൽക്കുന്നതല്ല അവൻ്റെ ഐഡിയയിലുള്ള നിപ്പുകളാണ് കേട്ടോ, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് കരുതി. അപ്പോൾ അതാ എല്ലാം വൈൻഡപ്പ് ചെയ്യുകയാണ്. രണ്ടുപേരുടെയും ജോലി അങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്. ഇത് നമ്മുടെ ഏകദേശം കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഒരു കോട്ടയാണ് കേട്ടോ. ഫോട്ടോഷൂട്ടായിരുന്നു ഏറ്റവും പാടുള്ള കാര്യം. കാരണം ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ